AR ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് PR? എടാ ഞാൻ ജാസ്മിൻ്റെ PR, സിജുയുടെ PR, പിന്നെ റോക്കി, എല്ലാത്തിനും PR ഞാനെന്ന്. എടാ ആകെ RR സിനിമ മാത്രമേ ഞാൻ കണ്ടു, അല്ലാതെ ഒരു PR ഞാൻ പോയിട്ടില്ല. സോ ഗൈസ്, ഇത് കുറച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ട്, ഒരു പേപ്പറാണ് ഞാൻ വായിച്ചത്. ശ്രദ്ധിച്ചു കേട്ടോ. എങ്കിൽ ഈ ആർമി ഗ്രൂപ്പോ ഈ ഫാൻ ഗ്രൂപ്പോ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റാൻ പറ്റും. സോ ഗൈസ്, നമുക്ക് നേരെ പോകും. ആദ്യത്തെ ഇപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. മൈൻഡ് വെച്ച് ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാണ്. അത് സമാധാനമായിട്ട് നിങ്ങൾ കേൾക്കുക. സീസൺ 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കാര്യം ഒരു റൂമിൻ്റെ അകത്ത് ഒരുപാട് പേര് നിൽക്കുന്നു, പരസ്പരം അടി കൂടുന്നു, പിന്നെ എന്തൊക്കെ ചെയ്യുന്നു, നമുക്ക് ആർക്കും ഒരു ഗ്രാഹ്യമില്ല. ഒരു 60 എപ്പിസോഡായപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ഇതിനൊരു ഗെയിം. അതിജീവനത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു പുതിയൊരു ലോകത്തേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ പഴയ രൂപങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് നേടാം. സോഷ്യൽ മീഡിയയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. മോൻ അടിപൊളിയില്ല ഞാൻ പറഞ്ഞ അങ്ങനെ നമുക്കൊരു നല്ലൊരു മെസ്സേജ് നൽകാം. അത് നമുക്ക് മനസ്സിലായി. സോ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അതാണ് ഫസ്റ്റ് എപ്പിസോഡ്. എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ സീസൺ ആയപ്പോഴും എനിക്ക് വലിയ പിടി കിട്ടിയില്ല. പിന്നീട് നമുക്ക് ഈ രജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. രജിത്ത് സാർ എന്നാണ് എല്ലാവരും പറയുന്നത്. അയ്യോ, ആ പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. ആ ഗ്രൂപ്പിലുള്ള എല്ലാ പേരും കൂടെ ഒറ്റപ്പെടുത്തി. എങ്ങനെ ഗെയിമിലായാലും മറ്റേതായാലും എല്ലാത്തിലും പുള്ളിക്കാരെ ഒറ്റപ്പെടുത്തി പുള്ളിക്കാരെ ഔട്ടാവെന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ ഔട്ടാവാതെ പുള്ളിക്കാരെ പറയുന്ന ആളെ ജനങ്ങളായി നമ്മൾ ഔട്ടാക്കി. അങ്ങനെ പുറത്തൊരു ഫൈറ്റ് തുടങ്ങി. കാര്യം രജിത് സാർ സൂപ്പറാണ്, രജിത് സാർ കപ്പടിനെ എന്ന് പറയും. രജിത് സാർ അവസാനം ഒരു കൊച്ചുകുട്ടിയെ വെറുതെ എന്ന് പറഞ്ഞിട്ട് കാന്താരി മോളെടുത്ത് ആ കൊച്ചുപെണ്ണിൻ്റെ കണ്ണി തേച്ച് കൊടുത്തിട്ട് അപ്പം കൺസ്ട്രക്ഷൻ റൂമിൽ വിളിക്കുകയാണ്. രജിത് സാർ നിൽക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലെന്ന് കുട്ടിയെടുത്ത് ചോദിക്കുക. കുട്ടി പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരെ ഇവിടെ നിൽക്കാൻ അർഹതയല്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ പുറത്തു പോകണം. ലാസ്റ്റ് നമ്മൾ കേരളക്കരയായ ജനങ്ങൾ, ബുദ്ധിയില്ലാത്ത നമ്മളെപ്പോലെ മണ്ടന്മാർ. സോ ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരു മണ്ടനായിട്ട് പറയുന്നു. കാര്യം രജിത് സാർ പുറത്തായപ്പോൾ ഞാൻ TV ഒക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കാൻ പോയി. ഇനി ഞാൻ ഏഷ്യറ്റ് വെക്കില്ല, ഏഷ്യറ്റ് കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ TV അടിക്ക് പൊട്ടിക്കാൻ പോയി. ഇപ്പോൾ അമ്മ പറയുന്നത് വേറെ TV ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ അവിടെ പോയി നീ വാങ്ങിച്ചാണ് TV? ഞാൻ പറഞ്ഞില്ല. അമ്മ അച്ഛനും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞത് അവിടെ പോയി. സോ ഗേസ്, അങ്ങനെ വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫാൻ ഫൈറ്റ് നിർത്തുക. ഇതിൻ്റെ അകത്തുള്ള ഗെയിം അകത്താണ് അവർ കളിക്കുക. ഇതിൻ്റെ അകത്ത് പുറത്ത് കളിക്കുന്ന കുറേ PR ടീമുകളാണ്. ഇവർക്ക് വേണമെങ്കിൽ ആ ഗെയിം കളിക്കുക, അല്ലാതെ നിങ്ങളെപ്പോലുള്ള കൊച്ചു പിള്ളേർ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യില്ല. സോ ഗൈസ്, അത് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്നു കിടന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് വന്നു കിടന്നിട്ട് ആർമി ഇവൻ വെടിവെച്ചിടും എല്ലാം കൂടെ എൻ്റെ അക്കൗണ്ടിൽ വന്നു കിടന്നത്. എനിക്കത് പേടിയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കുകയോ ഇല്ലെന്നല്ല, ഒരു 100 ദിവസം കഴിയുമ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കളയണം. അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ ഓളം വലിയൊരു ഓളമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രജിസ്ട്രാറിന് എത്ര പേർക്ക് അറിയാം? രജിസ്ട്രാർ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചു പിള്ളേരുടെ ബലൂൺ പൊട്ടിക്കാൻ പോകുന്നു, പിന്നെ അവിടെ നിന്ന് പുറത്താക്കണം, ഇവിടെ നിന്ന് പുറത്താക്കണം. ഇപ്പോൾ രജിസ്ട്രാർ ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒരു മിന്നായം പോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ രജിസ്ട്രാർ തന്നെ അപ്പം തന്നെ ഏഷ്യറ്റില്ല മഞ്ചാടി എന്ന് പറഞ്ഞ വണ്ടി കൂടെയൊക്കെ വരുന്നത്. അന്ന് തന്നെ പിന്നെ രജിസ്ട്രാർ ഏഷ്യറ്റ് കയറിയപ്പോൾ തന്നെ എല്ലാവരും ബഹിഷ്കരിച്ച് അങ്ങനെ നമ്മൾ പോയി. പിന്നെ ലാസ്റ്റ് നമ്മൾ തന്നെ രജിസ്ട്രാറെ തോളിൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ വിചാരിച്ചു അയ്യോ ഇതിനേക്കാണുള്ള തോളിൽ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുക ഫാൻ ഫൈറ്റ് ഒരിക്കലും നടക്കരുത് ബിഗ് ബോസ് ഹൗസിൽ. കാര്യം എൻ്റെ അക്കൗണ്ട് വന്ന് കിടന്ന് ചീട്ട് കളിയോ കാണാൻ വയ്യ എനിക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തപ്പോഴേ ചുമ്മാടെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തപ്പോഴത്തേക്ക് 18-നും 24-നും വയസ്സിനകത്തുള്ള കുട്ടികളാണ് 80% എൻ്റെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചീത്ത വിളിക്കാത്തത്. ഇല്ലെങ്കിൽ എൻ്റെ പോടാവുക നിനക്ക് തങ്കനെ അറിയണം, തങ്കന എന്ന് പറഞ്ഞാൽ അടത്തങ്ങ് വിളിച്ചേനെ. സോ ഗൈസ്, അടുത്ത് ഞാൻ വിളിക്കാൻ പോകുന്നത് റോബിനെയാണ്. റോബിൻ്റെ സീസൺ വന്നപ്പോൾ റോബിനെ ഒറ്റപ്പെടുത്തിയതല്ല, റോബിനായിട്ട് എല്ലാവരും കൂടെ ഒരു ഗെയിം കളിച്ച് ലാസ്റ്റ് റോബിനായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ, നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് റോബിൻ തന്നെയാണ് ഒരു നൂലിട്ട് കൊടുത്തു. പിന്നെ റോബിൻ ഒരു കാട്ടുതീ പോലെ നോക്കി കാണിച്ചു കൂട്ടി. ലാസ്റ്റ് ആയപ്പോൾ അത് റിയാസൊക്കെ വന്നിട്ട് റിയാസ് പറയാൻ റോബിൻ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അങ്ങനെ ഓരോരോ സംഭാഷണ രീതിയിലൊക്കെ പോയി അങ്ങനെ റോബിനൊരു വലിയൊരു കാട്ടുതീ പടർത്തി പുറത്തിറങ്ങിയിട്ട് രാവണ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ ഫേക്കാണോ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റോബിൻ ഒരു PR കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം റോബിൻ്റെ ഇൻസ്റ്റ പോലും റോബിൻ കൊടുക്കാതെയാണ് റോബിൻ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എല്ലാം ഒരു ടീമിൻ്റെ കൊടുക്കുക. ആ ടീമാണ് ലാസ്റ്റ് അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ റോബിൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ റോബിൻ്റെ ഇൻസ്റ്റ നോക്കിയപ്പോൾ മനസ്സിലായി റോബിനകത്ത് കയറിയ സമയത്ത് റോബിൻ ഒരു ടീമിന് കൊടുത്തിട്ടില്ല. റോബിൻ്റെ ഇൻസ്റ്റ എല്ലാം നിശ്ചലമായിരുന്നു. പിന്നെ ബോട്ടൊക്കെ അടിച്ച് കയറ്റിയ ബോട്ട ജെറ്റ് എൻ്റെ അമ്മക്ക് അറിഞ്ഞൂടേ. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഫൈറ്റ് ഒരു കാരണവശാലും നടക്കാൻ അനുവദിക്കരുത്. എൻ്റെ അക്കൗണ്ടിൽ വന്ന് നടന്നിട്ട് എല്ലാവരും കൂടെ ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തപ്പം പോടാ പുല്ലേന്ന് നിനക്ക് എന്തിൻ്റെ എന്നെ പുല്ലെന്ന് വിളിക്കുന്നത്? ഞാനാണോ അതിൻ്റെ അകത്ത് കോണ അടിച്ച് കളിക്കുന്നത്? നിൻ്റെയൊക്കെ ടീമിലുള്ളവന്മാർ തന്നെ കളിക്കുന്നത്. അപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അയ്യോ ആയിപ്പോയി. പിന്നെ റോബിൻ പുറത്താൻ കാര്യങ്ങൾ ഫിസിക്കൽ അസോൾട്ട് ചുമ്മാ ഇരുന്ന റിയാസിനെ എടുത്തിട്ട് ആ കമ്പ്യൂട്ടർ അടിച്ചിട്ട് ലാസ്റ്റ് റിയാസ് പറഞ്ഞ് പുറത്താക്കണം.
അപ്പോഴും എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ കപ്പടിച്ചാലും കിട്ടുന്നതിനെക്കാട്ടി 4-5 ഇരട്ടി പവറാണ് റോബിൻ അപ്പം ഇറങ്ങിയപ്പോൾ ഉള്ളത്. അപ്പോഴും ആ ഫാൻ ഫൈറ്റ് ഞാൻ പറഞ്ഞത് ഫാൻ ഫൈറ്റ് വരരുത്. അതിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു 2 മിനിറ്റിന് സംസാരിക്കണം. പക്ഷേ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 180% ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിയുള്ളത്. ബാക്കി ഒരു 20% വന്നാണ് ചീത്ത വിളിക്കും. എന്തിനാണ് എനിക്കറിഞ്ഞൂടെ. പിന്നെ ആർമി ഗ്രൂപ്പ്, ഇൻസ്റ്റാ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ഫലസൂചിക. സോ ഗൈസ്, അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളില്ലാതെ സമാധാനത്തിൻ്റെ വെള്ളക്കൊടികൾ കാണിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുക. അല്ലാതെ ചുമ്മാ നടന്ന് ഞാൻ ഒരുത്തനെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ ചീത്ത വിളിക്കുമ്പോൾ അതൊരു വലിയ ഫൈറ്റിലേക്കാണ് കിടക്കുന്നത്. പിന്നെ അവൻ എൻ്റെ ഇൻസ്റ്റയിൽ വരും, പിന്നെ അവിടെ കിടന്ന് അടിയാവും, പിന്നെ ലൈവ് പോവും, പിന്നെ കൂട്ടടിയാവും. എന്തിനു വെറുതെ. സോ ഗൈസ്, നമ്മൾ അതുകൊണ്ട് തമ്മിൽ ഫൈറ്റുകൾ കൂടരുത്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്കിനി BB ഹൗസിൽ ഫൈറ്റുകൾ വേണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അഥവാ നിങ്ങൾക്ക് ഫൈറ്റ് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന് വിളിക്കല്ലേ. ഞാൻ നോക്കുമ്പോൾ വൃത്തം വന്നിടത്ത് ജിൻഡോ ലൈക്ക് അടി തീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാൻസിൽ താഴെ അല്ലടാ ജാസ്മിൻടാ, അപ്പോൾ അതിൻ്റെ ഫാൻ അഭിഷേകടാ, അല്ലടാ സിജോടാ എന്നും പറഞ്ഞ് യൂമാർ തമ്മിൽ കിടന്ന് അങ്ങ് അടി ഉണ്ടാക്കി ബേളുണ്ടാകുമോ. അയ്യോ വീഡിയോ കിഴങ്ങ പണിക്ക് പോകാതെ കിടക്കുക. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഫാൻ ഫൈറ്റ് ഒരു കാരണവശാലും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ദോഷം. ചുമ്മാ എന്തിനു വെറുതെ അടി ഉണ്ടാക്കി ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ 2-3 പോയിന്റ് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും ഉപയോഗമാവണമെങ്കിൽ ഉപയോഗമാവട്ടെ. സോ ഗൈസ്, ബാങ്ക് വിളിക്കുന്നു. ഓക്കെ, വേറെ ആവശ്യം വിളിക്കുന്നു.